ആശാ വർക്കേഴ്സിന് ഞാൻ 21,000 രൂപ കൊടുക്കുമെന്നാണ് പറയുന്നത്. ഞാൻ കൊടുക്കുമെന്ന് പറയണം, എന്റെ ഗവൺമെന്റ് കൊടുക്കുമെന്ന് പറയണം. എന്താ പറയാത്തത്? എന്താണ് ഈ പാവപ്പെട്ട മനുഷ്യരോട്? നിങ്ങൾക്കറിയാമല്ലോ, നാട്ടിൻ പുറത്ത് 233 രൂപയ്ക്ക് പണിക്ക് പോകുന്നത് ആരായിരിക്കും? ഒരു ഗതിയുമില്ലാത്ത സാധാരണ അമ്മമാരാണ്. അവരെ മുഴുവനും ആക്ഷേപിക്കുവാനും ഇതിനിടയ്ക്ക് 2-3 ദിവസം ഒരു സമരം നടന്നാണ്. CITU നേതൃത്വത്തിലുള്ള സമരം നടന്നു. അതൊരു സ്ഥിരം പരിപാടിയാണ്. ആദിവാസികൾ പ്രക്ഷോഭം നടത്തുമ്പോൾ ആദിവാസി ക്ഷേമ സമിതി ഉണ്ടാക്കി അതിനെതിരെ ആദിവാസികളെ അണിനിരത്തും. പട്ടികജാതിക്കാർ സമരം ചെയ്യുമ്പോൾ പട്ടികജാതി ക്ഷേമ സമിതി ഉണ്ടാക്കി അതിനെതിരെ പട്ടികജാതിക്കാരെ അണിനിരത്തും. ആശാ വർക്കേഴ്സ് സമരം ചെയ്യുമ്പോൾ അവരുടെ കസ്റ്റഡിയിലുള്ള ആശാ വർക്കേഴ്സിനെ ഇറക്കി ആ സമരത്തെ പ്രതിരോധിക്കും. ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി കണ്ടത്. ആ പണിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, കേരളത്തിൽ സമരം ചെയ്യുന്നവർ വളരെ ന്യായമായൊരു കാര്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. സ്ത്രീകളാണ് സമരം ചെയ്യുന്നത്. സമാധാനപരമായ സമരമാണ് നടക്കുന്നത്. ഇന്ത്യയിലെമ്പാടുമുള്ള മനുഷ്യരുടെ മനസ്സാക്ഷി ആ സമരത്തോടൊപ്പമുണ്ട്. ഇത് വസ്തുതാപരമായി കേരളം ഭരിക്കുന്നവർ മനസ്സിലാക്കിയാൽ നല്ലത്. അങ്ങനെ മനസ്സിലാക്കാതെ ഇനിയും ഈ വെട്ടുകിളിക്കൂട്ടത്തിന്റെ പിന്തുണയോടുകൂടി ഈ ആശാവർക്കർമാരെയും അവരുടെ നേതാക്കളെയും ആക്ഷേപിക്കുവാനും സമരത്തെ തകർക്കുവാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ പിണറായി വിജയന്റെ വാട്ടർലൂ ആയിരിക്കും ഈ സമരമെന്ന് ഞാൻ തുറന്നു പറയുകയാണ്. എനിക്കൊരു സംശയവുമില്ല. പിണറായി വിജയന്റെ വാട്ടർലൂ ആണ്. ഇതിനേക്കാൾ വലിയ ഭരണാധികാരികൾ തകർന്ന് തരിപ്പണമായിട്ടുള്ള നാടാണ് ഇന്ത്യ എന്ന് മറന്നു പോകരുത്. ഇവിടെ വലിയ പാർട്ടിയുണ്ട്, പാർട്ടിക്ക് 16 കമ്മിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് കാര്യത്തെ കാര്യമായി കാണുകയും അടിയന്തരമായി ഇടപെട്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ വർക്കേഴ്സ് സമരത്തിന് തീരുമാനമാക്കണമെന്ന് ഈ യോഗത്തിന് വേണ്ടി കേരളത്തിലെ ഗവൺമെന്റിനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ സമരത്തെ എന്ത് വില കൊടുത്തും വിജയിപ്പിച്ചേ നമുക്ക് പറ്റൂ. ഇത് കൂലിക്കൂടുതലിന് മാത്രം പ്രശ്നമല്ല, മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ പ്രശ്നമാണെന്ന് നമ്മൾ കാണണം. നമ്മുടെ അന്തസ്സിന്റെ പ്രശ്നമാണെന്ന് കാണണം. കേരളത്തിന്റെ മനസ്സാക്ഷിയുടെ പ്രശ്നമായി കാണണം. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ദളിത് സമുദായ മുന്നണിയും ദളിത് വിമൻ കളക്റ്റീവും തിരുവനന്തപുരത്ത് സമരപന്തൽ സന്ദർശിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ 100 കണക്കിന് സംഘടനകളാണ് ഇപ്പോൾ അങ്ങോട്ട് വന്ന് എല്ലാ വിഭാഗീയതകളെയും മാറ്റിവെച്ചുകൊണ്ട് ഒരു മനസാക്ഷിയുടെ പിന്തുണ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉത്തമ ബോധ്യത്തോടുകൂടി ഈ സമരപ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. എല്ലാ തരത്തിലുള്ള പിന്തുണയും, ഭൗതികവും ധാർമ്മികവുമായ പിന്തുണയും ഈ സമരത്തിന് എല്ലാവരും കൊടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ദീർഘ ദിവസങ്ങളായി രാപകലില്ലാതെ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഈ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം